ഹിസ്റ്റോറിക്കൽ പ്ലേസസ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോവുകയാണ്, ഇപ്പോൾ ഒരു ക്ഷേത്രമായിരിക്കാം. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കേവലം അവിടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അതിൻ്റെ ആർക്കിടെക്ചർ, അതിൻ്റെ ആ പഴക്കം, എത്ര ജനറേഷൻസിൽ അതിനെ ഏതൊക്കെ രീതിയിലത്തേക്ക് അതിനെ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാകും, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ഡൈനസ്റ്റിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പളനിയിൽ പോയിട്ട് വന്നു. അപ്പോൾ ഈ പളനിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2000 വർഷത്തിന് മുകളിലായിട്ടുള്ള ഒരു ഹിസ്റ്ററി അവിടെയുണ്ട്. ഏതൊക്കെ രാജവംശത്തിൻ്റെ കാലത്ത് അതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്തു വന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു താല്പര്യം എന്നതിനോടൊപ്പം തന്നെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ തിരുപ്പരംകുണ്ട്രം ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രം എന്തുകൊണ്ടാണ് ഏറ്റവും പഴക്കമുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മുരുകക്ഷേത്രങ്ങളിൽ ഒന്നായത്? അപ്പോൾ അതിൻ്റെ ചരിത്രം, അതിനെ ആരൊക്കെ സംരക്ഷിച്ചു, അവിടുത്തെ കൾച്ചർ, കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ഇല്ലാതെ ഇത്രയും ലോങ് പീരീഡിലത്തേക്ക് വർഷിപ്പ് വന്നിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മളുടെ ഒന്നെന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ എക്സ്പെഡിഷൻ ആണെങ്കിൽ അതിനോടൊപ്പം തന്നെ ആ സ്ഥലത്തിൻ്റെ അവിടുത്തെ ഹിസ്റ്ററി ഇതെല്ലാം തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം കൂടിയുണ്ട്.